അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസി അങ്ങയുടെ അനുഗ്രഹത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീട്ടിൽ ജനിച്ച പിതാവെ എന്നങ്ങെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ ഉപദാസ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. താല്പര്യം നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദം ചുടങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കും, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസി പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസാ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിന് അവയവമായി തീരുന്ന ഈ ദാസി ഭൂദാശുകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രിതയായിരിക്കുന്നു. ആമേൻ. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ ഗലിയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു.
എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാവുക നമുക്ക് ഉചിതമാണ്. നമ്മളൊരു മാമോദീസായ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ശ്രീയുടെയും ആശയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ തലതൊടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുന്ന മുമ്മുടിയൊക്കെ വെച്ചിരുന്നുകൊണ്ട് ആരെ അറിയത്തില്ല. പണ്ടൊരു ബസ് കണ്ടക്ടർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേര് ബാബു എന്നും ബിജു എന്നൊക്കെ വിളിച്ച് നമുക്ക് സമാധാനിക്കാനും തിരുക്കുറവ് ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിക്കുകയും ചെയ്യുകയാണ്. പറയാൻ ഈ സമ്മർ തുടങ്ങി തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയെ സ്തുതി സമർപ്പിക്കാം. സ്വീകരിച്ചപ്പോൾ യേശുവിന്റെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതി നവീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവെ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജനതകളുടെ തീരുവാൻ ഈ ജനപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് വിസ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളെങ്കിൽ ആശ്രയം വയ്ക്കുവാനും ഒരു ശക്തയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനായി പൂരിതയായി വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയാൽ കാർമികനെ ദാസിയെ മുദ്രിതയാക്കുവാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിലുള്ള അവകാശം ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ വഴി ദിവ്യാത്മാവിനാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം
ധരിച്ചിരിക്കുന്ന അവനീതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. വിശുദ്ധായ ജീവിതത്തോടെ പ്രസരിപ്പിക്കുവാൻ ഇവർക്കിടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിന്റെയും നിത്യസ്വഭാവത്തിന്റെ അടയാളമായി അല്ലാപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. മാമോദീസാവഴിയുടെ ഉത്തരയായിട്ടോടുകൂടെ നമുക്ക് ദൈവത്തെ പിതാവിന്റെ വഴിയിൽ അപേക്ഷിക്കാം. തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മത്തിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയേ സ്തുതി. Tony, hands. Never drying fountain, comforting me, Abhishekhamai Parishuddhatma
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നേ ദിവസം ഇവിടെ കൂടാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, സഹായകനും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരു അഡ്വൈസറുമായിട്ട് നിൽക്കുന്ന ഇത്രയും സമർപ്പിച്ചു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday, Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to dear one. Happy birthday to you. From good friends and true. From old friends and new. May good luck go with you and happiness too. തിരുജലത്തിൻ കണികയായി നീ വെണ്മയണിയും പൈതലേ. തിരുസഭയ്ക്ക് വിശുദ്ധനായൊരു ദൈവമകനായി മാറുവാൻ വീടിനും നിന്നാടിനും സൗഭാഗ്യമായി വളരാൻ നാഥാ നീ ഒരുക്കണമേ. നിർമ്മലം നിരുപമം ദിവ്യമീ നിമിഷം. യേശുനാഥൻ പൊൻകരത്താൽ തഴുകുമീ നിമിഷം. ആത്മാഭിഷേക